ബൈബിളിലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ദാവീദ്. എക്കാലത്തുമുള്ള മനുഷ്യരെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിത്വം. സ്വന്തം വീട്ടുകാരാൽ തഴയപ്പെട്ടു പോയ ദാവീദിനെ അത്ഭുതകരമായിട്ട് ഉയർത്തുന്ന ദൈവത്തെ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ മനുഷ്യരെയും അത് പ്രചോദിപ്പിക്കുന്നുണ്ട്. അങ്ങനെ താൻ ഈ രാജാധികാരത്തിലെത്തിയതിനു ശേഷം തൻ്റെ മകനാൽ വേട്ടയാടപ്പെടുന്ന ഒരു ചിത്രം കൂടി ബൈബിൾ കാണിച്ചു തരുന്നുണ്ട്. അതിന് തൊട്ടു മുമ്പ് താൻ രാജാധികാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇസ്രയേലിൻ്റെ രാജാവ് തന്നെ വേട്ടയാടുന്ന ചിത്രവും കൂടി ബൈബിൾ കാണിച്ചു തരുന്നുണ്ട്. എന്നാൽ അവർക്കാർക്കെതിരെയും ഒരു ദോഷവും ദാവീദ് ചെയ്യുന്നില്ല. പകരത്തിന് പകരം ആ നിലയിൽ ദാവീദ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മളെ വല്ലാതെ ആകർഷിക്കുന്ന ഒരു ചിത്രമുണ്ട്. ദാവീദിന് വേണമെങ്കിൽ പകരം ചെയ്യാമായിരുന്നു. എന്നാൽ പകരം ചെയ്യാതിരുന്ന ദാവീദിനെ ദൈവം അത്ഭുതകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കഠിനമായ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു പച്ചയായ മനുഷ്യനെ ദാവീദിൽ കാണാൻ പറ്റുമെന്ന് പറയുന്നത്. എന്നാൽ ആ തെറ്റുകൾ താൻ തിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നമ്മെ പ്രചോദിപ്പിക്കുന്ന കാര്യം. അപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. തെറ്റ് പറ്റിയാൽ തിരുത്തണമെന്നുള്ള പാഠം. എല്ലാവരും കൈവിട്ടാലും ദൈവം ഉപേക്ഷിക്കില്ലെന്ന് പാഠം. പകരത്തിന് പകരം ചെയ്യരുതെന്നുള്ള പാഠം. പഴയ നിയമത്തിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന കഥാപാത്രമാണ് ദാവീദ്. ദൈനംദിന ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മണിക്കൂറിലെങ്കിലും ദാവീദിനെ ഓർക്കാതെ ഒരു ക്രൈസ്തവൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.